അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്, ഗ്രെനേറോ G11 വയർലെസ് മൈക്രോഫോൺ. ഇത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ബോക്സിൽ വാറണ്ടി കാർഡ് ഉണ്ട്, അതേപോലെ തന്നെ ചാർജിങ് കേബിളും പിന്നെ ഒരു ചാർജിങ് കേസും കാണാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നോക്കാം. ഇതാണ് ചാർജിങ് കേസ് വരുന്നത്. പിന്നെ ഇതുപോലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇനി വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഈ ബോക്സിൽ നമുക്ക് ഒരു USB to Type-C കേബിളാണ് വരുന്നത്. അത് കൂടാതെ ഈ ബോക്സിൽ തന്നെ നമുക്ക് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് അഡാപ്റ്റർ കൂടെ വരുന്നുണ്ട്. ഇതാണ് ചാർജിങ് കേസ് വരുന്നത്. അതിൽ നമുക്ക് ഒരു Type-C റിസീവറും കാണാം, അതേപോലെ തന്നെ ഒരു മൈക്രോഫോൺ ട്രാൻസ്മിറ്ററും കാണാം. ഈ ട്രാൻസ്മിറ്ററിൻ്റെ പവർ ബട്ടണാണ് ഈ കാണുന്നത്. ആ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോഫോൺ ഓൺ ആവും. അപ്പോൾ അവിടെ ഗ്രീൻ ലൈറ്റ് ആക്റ്റീവായി കാണാം. അതേപോലെ ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഈ കാണുന്ന Type-C റിസീവർ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് റെഡ് കളർ ഇൻഡിക്കേറ്റർ ഓൺ ആവും. ആൻഡ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള Type-C പോർട്ടാണ് കണ്ടത്. ഇനി നിങ്ങൾക്ക് ഐഫോണിലാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ റിസീവറിലേക്ക് നമ്മളുടെ ലൈറ്റ്നിങ് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് ഇത് നേരെ നമ്മൾ ഐഫോണിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇനി എങ്ങനെയാണ് ഈ മൈക്രോഫോൺ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇനി നിങ്ങളുടെ ഫോൺ ഐഫോൺ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റിസീവർ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഈ മൈക്രോഫോണിന്റെ പവർ ബട്ടൺ ഓൺ ചെയ്യുക, ഇത്ര മാത്രം ചെയ്താൽ മതി, ഈസി ആയിട്ട് കണക്ട് ആവും. ഇനി ആൻഡ്രോയിഡ് ഫോൺസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺസിൽ ഇത് എല്ലാ ഫോണിലും ഡയറക്റ്റ് ആയിട്ട് നോർമൽ ക്യാമറ ആപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. റിയൽമി, റെഡ്മി, ഓപ്പോ, വിവോ പോലെയുള്ള ഫോണുകളിൽ നോർമൽ ക്യാമിൽ തന്നെ ഈ ഒരു മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മളെ നോർമൽ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഫോണുകളിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫസ്റ്റ് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ പോയിട്ട് OTG ഇനേബിൾ ചെയ്തിട്ട് റിസീവർ കണക്ട് ചെയ്ത ശേഷം ഈ ക്യാമറ ആപ്പിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൈക്രോഫോണിലൂടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ.